ഹായ്, നമസ്കാരം. നമുക്കിന്ന് ഒരു വെള്ളരിക്ക പുളിശ്ശേരി തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായി ഒരു വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം പകുതി മാത്രമാണ് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്നത്. വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വെള്ളരിക്ക വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക മുഴുവനായി കനം കുറച്ച് അരിഞ്ഞെടുക്കാം. വെള്ളരിക്ക അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 തൊണ്ടൻ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 6-7 എണ്ണം കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 2 കഷ്ണം വെളുത്തുള്ളി ഇവ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമുക്ക് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കറിക്ക് കാന്താരി മുളക് ചേർക്കുന്നത് നല്ല സ്വാദാണ്. അരപ്പ് തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. തിള വരുമ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് ആഡ് ചെയ്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഉള്ളി പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ കൂടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമാണ് നമ്മളിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സ്വാദിഷ്ടമായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.